ഇത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ഇതേപോലെ നിങ്ങൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെക്കണ അത്രയ്ക്ക് സമയം എടുക്കില്ല. ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആ പറയണ പോലെ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കട്ടെ സമയങ്ങൾ തന്നെ നമ്മുടെ ഇഡ്ഡലി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലിയുടെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ അരിയും ഉഴുന്നും ഉലുവയും ഓൾറെഡി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ കപ്പില ഗ്ലാസ്സിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് പച്ചരി എടുക്കുക. 1 ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് ഉഴുന്നെടുക്കുക. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് ചോറ് എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്, ഉഴുന്നും ചേർത്തിട്ടുണ്ട്, പച്ചരിയും ചേർത്തിട്ടുണ്ട്. ഉലുവ ഞാനിവിടെ ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ ഉലുവയാണ് ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് എന്തോരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 1/4 ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ, വളരെ കുറച്ചുണ്ടാവുള്ളൂ. കാരണം കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലിക്ക് ഒരു കൈപ്പരസം വരും. അപ്പോൾ ഇതേപോലെ 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ഒരു 2 നുള്ള് ഉലുവ ചേർക്കുക. ഇനിയിപ്പോൾ അറിയാത്തവർ ചോദിക്കാൻ എത്ര സമയം കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുക. ഞാൻ ഇത് 3ഉം കൂടിയിട്ട് ഒരുമിച്ചാണ് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചത്. അങ്ങനെ 3ഉം കൂടിയിട്ട് ഒരുമിച്ച് കുതിർത്തി ഒരുമിച്ച് അരച്ചെടുത്താലും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് കുതിർത്തിയിട്ട് അങ്ങനെ അരച്ചിട്ടെടുക്കുക. പക്ഷേ അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, 3ഉം കൂടിയിട്ട് ഒരുമിച്ച് കുതിർത്തിയിട്ട് അരച്ചിട്ടെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് 3/4 കപ്പ് ചോറ് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ. ചോറ് ചേർക്കുമ്പോൾ സാധാരണ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ബാക്കി വന്നേക്കണ നമ്മുടെ കുത്തരിയുടെ ചോറായിരിക്കും സാധാരണ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അങ്ങനെ എടുത്താലും നല്ലതായിരിക്കും. പക്ഷേ അതിലും കുറച്ചും കൂടി നല്ല നമ്മുടെ ഇഡ്ഡലി നല്ല പഞ്ഞി പോലെ ഇരിക്കാനും നല്ലൊരു കളറിൽ ഇരിക്കാനും നമ്മൾ ഏത് പച്ചരിയാണ് നമ്മൾ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചരി തന്നെ നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ ചോറ് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല പഞ്ഞിക്കെട്ട് പോലെ വരും. ചൂടാറിയാലും അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോവില്ല. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ്സിനേക്കാളും ഒരു കുറച്ചിട്ടിട്ട് സാധാരണ നമ്മൾ ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കണ ഗ്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ 3/4 ഗ്ലാസ് ചോറിന് ചേർക്കേണ്ടത്. ചോറ് അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചരിയാണ് എടുത്തേക്കുന്നത്. പച്ചരി അല്ലാണ്ട് ഇഡ്ഡലി അരി ഉണ്ടല്ലോ, ഇഡ്ഡലി റൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇഡ്ഡലി റൈസ് ആണെങ്കിലും എല്ലാവരും ഈ സെയിം അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കണ പച്ചരി സോണ മസൂർ റൈസാണ് എടുത്തേക്കുന്നത്. ഈ പച്ചരി തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും ഞാൻ ഏത് അരിയാണ് എടുത്തേക്കണത്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് സോണ മസൂർ റൈസാണ് എടുത്തത്. അരയ്ക്കാനും എടുത്തത്, ചോറ് വയ്ക്കാനും സെയിം അരി തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചരി എടുക്കുക, അല്ലെങ്കിൽ നാട്ടിൽ കിസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പച്ചരി ഉണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ അരി പൊടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അരിപ്പൊടി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കും, എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നറിയാം. അതേപോലെ തന്നെ വട്ടയപ്പം ഉണ്ടാക്കുക, പാലപ്പം ഉണ്ടാക്കുക, ഇഡ്ഡലി ഉണ്ടാക്കുക. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് അരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിങ്ങനെ പച്ചരി അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസാൻ എന്ന് പറഞ്ഞ പച്ചരി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് അരിയുടെ പേര് പറഞ്ഞത് മാത്രം. അരി നമ്മൾ മില്ലിലേക്ക് കൊടുത്തിട്ട് അരി പൊടിപ്പിച്ച് വയ്ക്കില്ലേ, അതേപോലെ പൊടിപ്പിച്ച് എടുക്കാനൊക്കെ പറ്റിയ നല്ല അരിയാണ് കിസാൻ എന്ന് പറഞ്ഞിട്ടുള്ള അരി. അപ്പോൾ ഇനി നമ്മുടെ മാവ് നമുക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ സാധാരണ ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചാലും നേരം വെളുത്താലും ഒന്നും അത് അങ്ങനെ പൊന്തി വരില്ല. പിന്നെ പൊന്തി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചി നേരമൊക്കെ ആവണം. പക്ഷേ ഇതേപോലെ കുറച്ച് ഉഴുന്ന് കൂടുതൽ ചേർത്തിട്ട് ഇങ്ങനെ അരച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പൊന്തി വരികയും ചെയ്യുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ. ഇനി ചോറും കൂടിയിട്ട് ചേർക്കണം. ചോറായിരുന്നാലും ഞാൻ ഈ സെയിം ഗ്ലാസ്സിലാണ് ഞാൻ അരിയുടെയും ഉഴുന്നിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചോറും ഞാൻ ഈ ഗ്ലാസ്സിൽ തന്നെ അളന്നിട്ടാണ് എടുക്കുന്നത്. ചോറ് എടുക്കുമ്പോഴുണ്ടല്ലോ ഇതേ ഒന്ന് അമർത്തിയിട്ട് എടുത്തോട്ടോ, നന്നായിട്ട് അമർത്തിയിട്ടുള്ള അളവ് എടുത്തോ, 3/4 ഗ്ലാസ്. ഈ എന്ത് ചെയ്യണം, ഈ മാവ് നമുക്ക് കൈ കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ കുറേശ്ശെ എല്ലാവരും കൂടിയിട്ട് ഇട്ടിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യേണ്ട, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാതെ.
ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല അത്യാവശ്യം നന്നായിട്ട് എയറൊക്കെ കയറും. അങ്ങനെ വന്നാലും മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വരും. പിന്നെ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അത് നല്ലതാണ് സ്പൂൺ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും. ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം, മൂടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചിലർ പറയുന്ന വേറൊരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നു കഴിയുമ്പോൾ മാവിനൊരു മണം ഉണ്ടെന്ന്. അങ്ങനെ മണം നിങ്ങൾക്ക് തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് അടയ്ക്കാണ്ട് നമ്മുടെ തോർത്തുമുണ്ട് ഉണ്ടല്ലോ, തോർത്തുമുണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും മണം ഉണ്ടാവില്ല. അങ്ങനെ മണം വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണ എനിക്കങ്ങനെ മണം തോന്നാറില്ല. പക്ഷേ ഞാൻ നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മമ്മിയൊക്കെ എപ്പോഴും അങ്ങനെയാണ് അടച്ചു വെക്കുന്നത് കാണാറ്. എനിക്ക് തോന്നുന്നു നാട്ടിലെ ടെമ്പറേച്ചർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ചൂടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോർത്തുകൊണ്ട് വെച്ചിട്ട് മൂടിയിടും. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഇനി നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ മാവ് വെക്കാറുള്ളത് അതാ എൻ്റെ മൈക്രോ ഓവനാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബാറ്റർ വയ്ക്കും. ഇതേപോലെ ഇങ്ങനെ ബാറ്റർ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ അടിയിലാണ് എൻ്റെ കുക്കിംഗ് റേഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇത് തണുപ്പുള്ള സ്ഥലത്ത് ഉള്ള കാര്യം പറയുന്നത് കേട്ടോ. സാധാരണ കുറച്ച് നേരത്തെ കൂട്ടിയിട്ട് അരച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവനൊക്കെ ഓണാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചൂട് നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു വാമായിട്ടിരിക്കും. പെട്ടെന്ന് മാവ് നന്നായിട്ട് പൊന്തി വരും. അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് അരച്ച് വയ്ക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് ഉണ്ട്. അത് ഇങ്ങനത്തെ ഓവനുള്ളവർക്കൊക്കെ ഉണ്ടാവും. ഞാനിത് അടക്കട്ടെ കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഞാൻ ഓണാക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചൂട് നമ്മുടെ ഈ ഓവൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അപ്പോൾ രാത്രി ആയിരുന്നാലും ഒരു ചെറുതായിട്ടൊരു വാമായിട്ടിരിക്കും. ഇനി എങ്ങാനും നമ്മൾ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് മാവ് റെഡി ആയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഗ്യാസ് ഇതിൻ്റെ നേരെ താഴെയുള്ള ഗ്യാസ് ഉണ്ടല്ലോ അത് ഒന്ന് സിമ്മിലാക്കിയിട്ട് വയ്ക്കും. എന്നിട്ട് ഈ ഡോറാണ്ട് തുറന്ന് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് അതിലേക്ക് കിട്ടും. അങ്ങനെയാണ് സാധാരണ ഞാൻ നല്ല തണുപ്പുള്ള സമയത്ത് മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഓവനുള്ളവർക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മാവ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ മാവ് അരച്ചിട്ട് വെക്കുമ്പോൾ നല്ല തണുപ്പുള്ളപ്പോൾ ചിലപ്പോൾ പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം കൂടുതലെടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവാറുണ്ട്. പക്ഷേ ഇതേപോലെ ഉഴുന്ന് കൂടുതൽ ചേർത്തിട്ട് അരച്ച് വെക്കുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ട്. സാധാരണ ഞാൻ വെക്കണ അത്രയ്ക്ക് സമയം എടുക്കണില്ല മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇഡ്ഡലിക്കായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓവൻ ഇല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിൽ ഓവൻ ഉണ്ടല്ലോ, ഈ ഓവൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഓവൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് ഓണാക്കി വെച്ചാലും നമ്മുടെ മാവ് ഒന്ന് വാമായിട്ടിരിക്കും. അങ്ങനെ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് വെച്ചിട്ട് മാവ് റെഡിയാക്കിയിട്ടെടുക്കുക. പക്ഷേ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, പെട്ടെന്ന് മാവ് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഇരുന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കുറച്ച് പാത്രത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും ഇഡ്ഡലി രാവിലെ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ രാവിലെ 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും രാവിലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊന്തിയിട്ട് കുറച്ച് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവാട്ടെ. ഇതാ നോക്കിക്കേ, മാവ് നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടേ, ഇത് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു 4-5 ഇഡ്ഡലിയൊന്നും കഴിച്ചാലൊന്നും നമ്മുടെ വയറൊന്നും അത്രയ്ക്ക് സോഫ്റ്റായിട്ടിരിക്കുന്ന മാവാണത്. അപ്പോൾ ഈ നമ്മുടെ ഇഡ്ഡലി മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എൻ്റെ ഇഡ്ഡലി പാത്രം ഒട്ടും നല്ലതല്ല കേട്ടോ, നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്താ. ഇതിങ്ങനെ നല്ല സ്റ്റീലല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എത്ര കഴിയാലും ആ കളറൊന്നും പോകണില്ല. പക്ഷെ എൻ്റെ അടുത്ത് വേറെ സ്റ്റീമർ ഉണ്ട്, പക്ഷേ അതിനകത്ത് ഇഡ്ഡലി തട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ അതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഇഡ്ഡലി തട്ടിൽ ഓയിൽ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ തൂക്കുമ്പോൾ ഇവിടെ ഈ സൈഡിലും ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര കനം കുറഞ്ഞ സ്റ്റീലാണ്. അത് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് 2 പ്രാവശ്യം ചൂടാക്കി പോയിക്കും അതിൻ്റെ കളറൊക്കെ കൊണ്ട് പോയി. അപ്പോൾ ഈ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക്
കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ടാവും, നോക്കട്ടെ. ഇതാ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി ഒന്ന് എടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ്. പിന്നെ ഇഡ്ഡലി നിങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ഇരുന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയ പോലെ വരും. അതേപോലെ തന്നെ ഇഡ്ഡലി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ സൈഡ് ഇരുന്നിട്ട് ചിലപ്പോൾ ആ ചൂടുകൊണ്ട് ഇരുന്നിട്ട് പിന്നെ അതങ്ങനെ ഇരുന്ന് ആ സൈഡ് ഇങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ മുരിഞ്ഞ പോലെ ഇങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇഡ്ഡലി ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്തിട്ട് മാറ്റണം. ഇതാ ഇതാണ് ഇഡ്ഡലി, നോക്കിക്കേ, നല്ല പഞ്ഞി പോലെ ഇരിക്കും കണ്ടോ. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കണം നമ്മുടെ തേങ്ങ ചട്നി റെഡി. തേങ്ങ ചേർക്കുക. ഇതൊരു തേങ്ങയുടെ ഒരു പകുതി ഉണ്ടാവും. നമ്മളിപ്പോൾ കയ്യിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2.5 പിടി തേങ്ങ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുക. ചെറിയ കഷ്ണം പുളിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പുളി ചേർക്കാണ്ട് ഉണ്ടാക്കുക, പുളിയും ചേർത്തിട്ട് ഉണ്ടാക്കുക. അത് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയും നമ്മൾ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല പുളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ചട്നിയിൽ പുളി ചേർക്കേണ്ടത്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇഡ്ഡലിക്ക് തീരെ പുളിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്നി അരയ്ക്കുമ്പോൾ കുറച്ച് പുളി ചേർക്കുക. അത് ഇതാ ഈ പുളി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇതാ ഉണക്കമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, അത്ര ചെറുതല്ല. എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റ് ഒന്നും ആയിട്ട് വരുമൊന്നുമില്ല, എന്നാലും ഒരു ചെറുതായിട്ടൊരു ഇഞ്ചിയുടെ ഒരു ടേസ്റ്റൊക്കെ വരും. വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഉണക്കമുളക് ചേർക്കുക, 2 ഉണക്കമുളക്. ഉണക്കമുളക് നന്നായിട്ട് മുരിയട്ടെ. നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം ഉള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉള്ളിയുടെ വെള്ളം കൊണ്ട് നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് മുരിയില്ല. ഉണക്കമുളക് ശരിക്കും നന്നായിട്ട് മുരിയണം, നമുക്ക് കരിഞ്ഞ പോലെ വരണം. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കും. ഇത് ചുവന്നുള്ളി കേട്ടോ. അവിടെ സാധാരണ ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടാറില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് കടയിൽ പോയിട്ട് ചുവന്നുള്ളി. ഈ ഉള്ളി നന്നായിട്ട് മുരിയണം. മുരിഞ്ഞ് നല്ല ഗോൾഡൻ കളറാണ്. അപ്പോൾ ശരിക്കും ആ താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മുരിയണം ഉള്ളി. അല്ലെങ്കിൽ നമ്മൾ ചട്നിയിലാണ് ചേർത്ത് കഴിയുമ്പോൾ ശരിക്കും മുരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയാണ്ട് തണുത്ത പോലെ കിടക്കും. പിന്നെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചട്നിയോട് കഴിച്ചോട്ടെ കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കും. ചട്നിയുടെ കൂടെ അതങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. എനിക്കിങ്ങനെ ചട്നിയിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ തന്നെ ഇഷ്ടം. ഇങ്ങനെ മുക്കി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്കിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കാം.